നമസ്കാരം. തേജസ് ഫെങ്ഷുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. ഇന്ന് പൗർണമി ദിവസമാണ്. ഇന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ഏത് രീതിയിലുള്ള മെഡിറ്റേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ആ മെഡിറ്റേഷൻ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഏകദേശം രാത്രി ഒരു 12-1 മണി വരെ ചന്ദ്രൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയം സന്ധ്യാസമയമാണ്. ഈ സന്ധ്യാസമയത്ത് നമ്മൾ മുതൽ രാത്രി ഒരു മിക്കവാറും വെളുപ്പാങ്കാലം വരെ ഒരു 4:30-5 മണി വരെ ടൈമുണ്ട്. നമുക്കൊരു സന്ധ്യാസമയത്ത് ഒരു 8:30-9 മണിക്ക് മുന്നേ വീടിന് പുറത്തിറങ്ങി നിന്നിട്ട് ചന്ദ്രനെ കുറച്ച് നേരം നോക്കി നിൽക്കുക. പൂർണ്ണചന്ദ്രനെ കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുവാൻ ഇതിനപ്പുറം വേറെ ഒരു മാർഗവും ഇല്ല. വളരെ സിമ്പിളായിട്ട് നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു രീതിയാണ് ചന്ദ്രത്രാടകം എന്ന് പറയും. വേറെ ഒന്നും ചെയ്യണ്ട. ഒരു നല്ല സന്ധ്യാസമയത്തെത്തി കുളിച്ച് നല്ല വ്രതശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ കുളിച്ച് നല്ല ഫ്രഷായി വന്നിട്ട് നമ്മൾ തുറസായിട്ട് സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുക, ഒരു കസേര എടുത്തിട്ടിരിക്കുക, എന്നിട്ട് ചന്ദ്രനെ നോക്കുക. കണ്ണിമ വട്ടാതെ 1-2 മിനിറ്റ് നേരം ചന്ദ്രനെ നോക്കിയിരിക്കാൻ കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. നമ്മുടെ ബോഡിയിലുള്ള ഓറ ലെവൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമ്മുടെ നെഗറ്റീവ് എനർജി കുറേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. വളരെ 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 പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ചന്ദ്രത്രാടകം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുക. ഇന്നത്തെ ദിവസം ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത പൗർണമി വരെ ശരീരം നല്ല എനർജറ്റിക് ആയിരിക്കും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ തേടയിലൊക്കെ ഇതാണ് ത്രാടകങ്ങൾ. ചന്ദ്രത്രാടകം, സൂര്യത്രാടകം, പേപ്പർ ത്രാടകം, വാൾത്രാടകം, ഒത്തിരി ത്രാടകങ്ങളുണ്ട്. അത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ത്രാടകമാണ് ഈ ചന്ദ്രത്രാടകം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അത്രയും പവർഫുള്ളാണ്. മാത്രമല്ല ഇന്ന് പൗർണമിയാണ്. ഇന്ന് കഴിഞ്ഞ് വരുന്ന അടുത്ത ഞായറാഴ്ച രാവിലെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പൊങ്കാല ഇടാൻ പറ്റിയാൽ, നിങ്ങൾക്കൊരു പൊങ്കാല ഇടാൻ കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. ഞാൻ ഈ പൊങ്കാലയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ശനിയാഴ്ച ഞാൻ ഒന്നും കൂടെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാം. ഞായറാഴ്ച രാവിലെ പൊങ്കാല ഇടേണ്ട സമയം 3:45 ബ്രാഹ്മമുഹൂർത്തം അല്ലെങ്കിൽ സരസ്വതി യാമം. 5 മണിക്ക് 5:30 മുന്നേ പൊങ്കാല ഇട്ട് തീർത്തിരിക്കണം. ഈ പൊങ്കാലയിൽ ചേർക്കേണ്ടത് 5 ഐറ്റങ്ങൾ മാത്രമേ ചേർക്കാവുള്ളൂ. അരി, ശർക്കര, തേങ്ങ, അതേപോലെ തന്നെ നെയ്യ്. അരി, ശർക്കര, തേങ്ങ, നെയ്യ്, പഴം, ഇത്രയും ഐറ്റം മാത്രമേ അതിനകത്ത് ചേർക്കാവൂ. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഞായറാഴ്ച ഒരു പൊങ്കാല ഇടേണ്ട, അതിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. നമ്മുടെ നാളത്തെ ദിവസത്തേക്ക് കൂടെ നമുക്ക് നോക്കാം. നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ നോക്കിയില്ലേ പറയാൻ പറ്റുമല്ലോ, അത് പറയാൻ പറ്റത്തില്ലല്ലോ. 2023 ഡിസംബർ മാസം 27-ാം തീയതി 1199 ധനുമാസം 11-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:37 സൂര്യോദയം. വൈകുന്നേരം 6:08 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 12:21 1:47 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:59 12:20 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:24 12:45 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് 8:03 9:29 മധ്യയാണ്. ഗുളികൻ ഉദയം വരുന്നത് 10:55 12:21 മധ്യയാണ്. അപ്പോൾ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. തിരുവാതിര നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും അത്രയും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. മാത്രമല്ല ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. നാളത്തെ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ പറ്റിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. നാളത്തെ തിരുവാതിര ദിവസം ഏറ്റവും അത്രത്തോളം
പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ദിവസവും തിരുവാതിരയും കൂടെ ആകുമ്പോൾ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ധനുമാസത്തെ തിരുവാതിര. ഓക്കെ, കിരീടധാരണം അതുമായിട്ട്, അതായത് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹം, വാസ്തുകർമ്മങ്ങൾക്ക് എല്ലാത്തിനും നല്ലതാണ്. യാത്രയ്ക്ക്, പ്രതിഷ്ഠയ്ക്ക്, ഉത്സവത്തിനൊക്കെ പറ്റിയിരുന്നത് യാത്രയ്ക്ക്, ദൂരയാത്രയൊക്കെ പുറപ്പെടുവാൻ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ്. വാസ്തുകർമ്മങ്ങൾക്ക് കൊള്ളാം. പിന്നെ ഈ എന്താ പറയുക, ഈ പിതൃകർമ്മങ്ങളും അതേപോലെ തന്നെ ശത്രുകർമ്മങ്ങളും, ശത്രുദോഷ പരിഹാര പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അത്രത്തോളം നല്ല ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണം, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ്. പുതിയൊരു വിദ്യാഭ്യാസം, പുതിയ എന്തെങ്കിലും പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് പുതിയ വിദ്യാഭ്യാസം ആരംഭിക്കുക, അത് കലയായാലും എന്തായിരുന്നാലും വിദ്യാഭ്യാസം ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. നമുക്ക് അതിനകത്ത് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടനൂൽ ദോഷം, വസുപഞ്ചക ദോഷം, കരുനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമാണുള്ളത്. അത് മൂലം, മകയിരം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷം. അതപ്പം നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട്, അതൊന്ന് വളരെ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും നിങ്ങൾ ഇന്നത്തെ ദിവസം, ഇന്ന് പൗർണമി ദിവസം ചന്ദ്രനെ കുറച്ച് നേരം നോക്കി നിൽക്കാൻ ശ്രമിക്കുക. യാത്രയാണെങ്കിൽ എവിടെ വെച്ചായിരുന്നാലും, അത് വീട്ടിൽ വെച്ച് തന്നെ വേണമെന്നില്ല, നമ്മളെവിടെ യാത്ര പോകുമ്പോഴും വണ്ടി ഒന്ന് നിർത്തിയിട്ട് 5 മിനിറ്റ് പുറത്തിറങ്ങി ചന്ദ്രനെ നോക്കി നിൽക്കുക. അത്രയും പവർഫുള്ളാണ്. അടുത്ത പൗർണമി വരെ നമ്മുടെ ശരീരം അത്രത്തോളം എനർജറ്റിക്കായി മാറും. ചെയ്തു നോക്കൂ. ഇത് യോഗ മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മളിത് യോഗ മെഡിറ്റേഷൻ റിസർച്ച് സെൻ്റർ ആയിട്ട് അതിനകത്ത് അത്രയും പവർഫുള്ളായിട്ട് ഓരോന്ന് ഞങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.